യുവതലമുറയെ നാം ആക്ഷേപിച്ച് അവരൊന്നിനും കൊള്ളരുതാത്തവരാണെന്ന ചിത്രീകരണം നമ്മൾ മാറ്റിവെക്കണമെന്ന് അവർ തെളിയിച്ചൊരു സാഹചര്യവും കൂടിയാണിത്. ഡൽഹിയിൽ ദിവസങ്ങളോളം സമരം നടത്തി ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഉറക്കൊഴിച്ചു ഊണൊഴിച്ച് അവര് പഠിച്ചെടുത്ത് പരീക്ഷ എഴുതിയപ്പോൾ ആ പരീക്ഷാ പേപ്പറുകൾ ചോർത്തിയ ചില ആളുകൾക്കെതിരെ ശക്തമായ സമരം നടത്തി. ഇന്റർനെറ്റ് വിച്ഛേദിച്ചു. ഭൗതിക സംവിധാനങ്ങളെല്ലാം അവർക്ക് അന്യമായപ്പോ അല്ലെങ്കിൽ നിഷേധിക്കപ്പെട്ടപ്പോൾ നമ്മളുടെ ജൻസി ന്യൂ ജനറേഷൻ അവര് പുതിയ സംവിധാനങ്ങൾ കണ്ടെത്തി ഉപയോഗപ്പെടുത്തി. ആ സമരം അതാ വിജയിപ്പിക്കാൻ അവര് എല്ലാ അടവും പയറ്റി. അങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ ഭരണകൂടത്തെ കണ്ണുതുറപ്പിക്കുന്ന വിധത്തിൽ ആ സമരം വിജയിപ്പിച്ചു. ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറയുന്നു, നല്ല കാര്യമാണ്. തിന്മക്കെതിരെ പൊരുതാനുള്ള നല്ല ആവേശം അലതല്ലേണ്ടവരാണ് യുവാക്കൾ, യുവതികൾ. നമ്മളുടെ പരിസരങ്ങളിൽ ധാരാളം രോഗികൾ, അതേ ലക്ഷക്കണക്കിന് രൂപ വേണം ചികിത്സിക്കാൻ. കിടന്നുറങ്ങാൻ ഒരു കൂര പോലുമില്ലാത്ത പാവങ്ങളെ സഹായിക്കേണ്ടി വരുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ജയിലിൽ അടക്കപ്പെട്ടവർക്ക്, അതേ നിരപരാധികളാണെങ്കിൽ അവർക്ക് മോചനം നേടിക്കൊടുക്കാൻ കോടികൾ വേണമെങ്കിൽ നമ്മളുടെ നാട്ടിലുള്ള ഈ ജൻസിയില്ലേ, ന്യൂ ജനറേഷനില്ലേ, യുവാക്കളില്ലേ, യുവതലമുറയില്ലേ, അവരതാ സോഷ്യൽ മീഡിയകൾ ഉപയോഗപ്പെടുത്തുകയാണ്. കുറഞ്ഞ സമയം കൊണ്ട് വേണ്ട ആവശ്യമായ തുക അവര് സ്വരൂപിക്കുകയാണ്. നല്ല കാര്യം. ഞാൻ ആ വിഷയങ്ങളിലെല്ലാം നന്മകളിൽ മുന്നേറുന്ന എല്ലാ ചെറുപ്പക്കാരെയും വിദ്യാർത്ഥിനികളെയും അഭിവാദ്യം ചെയ്യുകയാണ്. കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുന്നു, മുഴുസമയവും സോഷ്യൽ മീഡിയകളിൽ മാത്രമായി നമ്മളുടെ സമയം നമ്മൾ നഷ്ടപ്പെടുത്തിയാൽ ജീവിതത്തിന്റെ യാഥാർത്ഥ്യവുമായിട്ട് അതേ ഒരു ബന്ധവുമില്ലാത്ത റീൽസുകൾ കണ്ട് അതാണ് ജീവിതം എന്ന് തെറ്റിദ്ധരിച്ചു പോയാൽ നമ്മളുടെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടു പോകും. സുബ്ഹാനല്ലാഹ്. ബാപ്പനെ അറിയുന്നത്, ഉമ്മാനെ അറിയുന്നത്, അല്ലെങ്കിൽ മാതാപിതാക്കളെ സ്നേഹിക്കുന്നത് റീൽസ് നോക്കിയിട്ടാണ് എന്നൊരു അവസ്ഥ ഉണ്ടാകരുത്. അതേ, നമ്മളുടെ ജീവിതവുമായി ഒരു ബന്ധവുമില്ലാത്ത ചില അഭിനയങ്ങളാകാം നമ്മൾ കാണുന്ന റീൽസുകൾ എന്ന തിരിച്ചറിവ് നമ്മളുടെ പുതിയ കാലത്തെ കൂട്ടുകാർക്കുണ്ടാകണമെന്ന് സന്ദർഭോചിതമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഗൾഫിൽ നിന്ന് വരാനിരിക്കുന്നു ഭർത്താവ്. സുബ്ഹാനല്ലാഹ്. ഭാര്യനെ കാണാൻ വരികയാണ്. പൊന്നുമോനെ കണ്ടൊരു മുത്തം കൊടുക്കണമെന്ന ആഗ്രഹത്തോടുകൂടി കടന്നു വരികയാണ്. നാട്ടിലെത്തിയപ്പോൾ എന്താണ് ആ ചെറുപ്പക്കാരൻ അനുഭവിക്കേണ്ടി വന്നത്? ഭാര്യനെ കാണുന്നില്ല, മകനെ കാണുന്നില്ല. ഭാര്യയും മകനും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് സോഷ്യൽ മീഡിയകൾക്ക് മുമ്പിൽ അതാ ആ ചെറുപ്പക്കാരൻ നിന്ന് സങ്കടം പറയുകയാണ്. എന്റെ മകനെ കിട്ടണം, എന്റെ ഭാര്യയെ കിട്ടണം. കണ്ടുകിട്ടുന്നവർ ഈ നമ്പറിൽ ഒന്ന് ബന്ധപ്പെടണം, അടുത്ത പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണം. എന്തൊരു ആപത്താണ്, എന്തൊരു അവസ്ഥയാണിത്! എന്തേ ഇങ്ങനെയുള്ള അക്രമങ്ങൾക്ക് കാരണം, ഇങ്ങനെയുള്ള ദുരൂഹ സാഹചര്യങ്ങൾ നടമാടാനുള്ള നിമിത്തം കാരണം എന്താണ്? സോഷ്യൽ മീഡിയകളിൽ പരിധിവിട്ട ഉപയോഗമാണ്. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരോട് പറയുന്നു, ജീവിതത്തിന്റെ യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത്. റീൽസ് എന്നൊക്കെ പറയുന്നത് അഭിനയമാണ്. അതിൽ മുക്കാലും അഭിനയായിരിക്കും. സുബ്ഹാനല്ലാഹ്. അതിൽ പെട്ട് കുടുങ്ങിപ്പോകരുത് നമ്മളെ മക്കൾ. ആവശ്യത്തിന് ഉപയോഗിക്കണം. അതാണ് ഞാൻ ആമുഖത്തിൽ പറഞ്ഞത്. മറിച്ച് അതിന് അടിമയായാൽ, ഇപ്പൊ ജെമിനിയോടാണ് ചോദിക്കുന്ന കുട്ടികള് പരീക്ഷയിൽ എന്റെ ആൻസർ എങ്ങനെ പരീക്ഷയെ അഭിമുഖീകരിക്കണമെന്ന്. ഏത് വിഷയവും ഉസ്താദുമാരുണ്ട്, സയ്യിദന്മാരുണ്ട്,
പരിസരത്ത് ഇൽമുള്ള ആളുകളുണ്ട്, അവരോടൊക്കെ ചോദിക്കുന്നതിന് പകരം ഉസ്താദ്മാരോട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ജമിനി നോക്കിയിട്ട്. ഇതല്ലേ ഉസ്താദേ ആ മസ്അല, ആ ചോദ്യത്തിന്റെ സംശയത്തിന്റെ നിവാരണം മറുപടി ഇതല്ലേ? സുബ്ഹാനല്ലാഹ്. 10 പറഞ്ഞാൽ ഒരു 1-2 ഒക്കെ ശരിയാവാം. കാരണം ഇതിന് അങ്ങോട്ട് കൊടുത്തതിൽ നിന്നാണ് അത് ഇങ്ങോട്ട് നമുക്ക് റിപ്ലൈ തരിക. അബദ്ധങ്ങളിൽ നമ്മൾ വശംവദരാവരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കൊക്കെ കുടുംബത്തിന് ഫാമിലി ഡോക്ടർമാരുണ്ട്. ഞാൻ നിർത്തി. നമ്മളെ കുടുംബത്തിൽ ഒരു മെമ്പർക്ക് നമ്മളെ മക്കൾക്ക് രോഗം വരുമ്പോ പെട്ടെന്ന് കൊണ്ടുപോകാൻ നമ്മൾ കണ്ടുപിടിച്ച അല്ലെങ്കിൽ നമ്മൾ കാലങ്ങളായി ആശ്രയിക്കുന്ന ഒരു ഡോക്ടർ ഉണ്ടാകും. അത് ഫാമിലി ഡോക്ടറാണ്. ആ ഡോക്ടറോട് ചോദിച്ചേ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വരുമ്പോ നമ്മൾ പരിഹാര മാർഗങ്ങളിലേക്ക് പോകുള്ളൂ. അതുപോലെ നമുക്ക് ഫാമിലി ഉസ്താദ് ഉണ്ടാകണം, ഒരു ഫാമിലി ഷെയ്ഖ് ഉണ്ടാകണം. അങ്ങനെയാകുമ്പോൾ ആത്മീയ രംഗത്ത് നമ്മൾ പിഴച്ചു പോകൂല. നമ്മളുടെ എല്ലാ സന്തോഷത്തിലും ദുഃഖങ്ങളിലും ഇൻഷാ അല്ലാഹ് നമുക്ക് നേതൃത്വം നൽകാൻ അവരുണ്ടെങ്കിൽ അത് നമുക്ക് വലിയൊരു സമാധാനമാണ്. അതുകൊണ്ട് അല്ലാഹുവും അവന്റെ റസൂലും പറഞ്ഞതിന് വിരുദ്ധമായി ജീവിതത്തിൽ ഒരു മൈക്രോ സെക്കൻഡും കഴിഞ്ഞു പോകരുതേ. ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിക്കണേ. അല്ലാഹുവിന്റെ ദീനിന്റെ നിയമം അതാണ് എല്ലാത്തിനേക്കാളും പ്രധാനം. ആ നിയമം ലംഘിച്ചു പോകണ്ട. മഹാനവറുകൾ പറയുന്നു അസലാമത്തി സ്വദുർ. ഈ ഖാദിരിയ ത്വരീഖത്ത് അത് ഹൃദയം സംരക്ഷിക്കേണ്ടുന്ന റൂട്ടാണ്. അത് മനസ്സിന്റെ വിശുദ്ധി നേടാനുള്ള മാർഗമാണ്. ഖൽബ് മോശമാകാനല്ല ത്വരീഖത്തിൽ പ്രവേശിക്കുന്നത്. മഹാനരായ ജീലാനി തങ്ങളുടെ സന്താന പരമ്പരകളുമായി ബന്ധം സ്ഥാപിക്കുന്നത് അവരുടെ ത്വരീഖത്തിന്റെ റാത്തീബിന്റെ ദിക്റിന്റെ ആത്മീയ മജ്ലിസുകളിൽ പങ്കെടുക്കുന്നത് ഹൃദയത്തിന് വലിയ വെളിച്ചം നേടാനാണ്. ഗൗസുൽ ആലം തങ്ങൾ വസിയ്യത്ത് പറയുകയാണ്, മോനെ നിന്റെ ഹൃദയത്തെ നീ എല്ലാ കേടുപാടുകളിൽ നിന്നും, അസൂയയിൽ നിന്ന്, അഹങ്കാരത്തിൽ നിന്ന്, വിദ്വേഷത്തിൽ നിന്ന്, പകപോക്കലിൽ നിന്ന്, ബിദ്അത്തിൽ നിന്ന്, കപട വിശ്വാസത്തിൽ നിന്ന്, മഹാന്മാരോടുള്ള വെറുപ്പിൽ നിന്ന്, അഹ്ലുബൈത്തിനോടുള്ള പ്രതിഷേധത്തിൽ നിന്ന്, എല്ലാ മനുഷ്യരോടും സർവ്വ ജീവജാലങ്ങളോടുമുള്ള വെറുപ്പിൽ നിന്ന് നിന്റെ ഹൃദയത്തെ നീ സംരക്ഷിക്കണേ മോനെ. നിന്റെ കൈ എപ്പോഴും നല്ല ധർമ്മം ചെയ്യുന്ന കൈയാകണം. വകഫിൽ ജഫാ, ഒരാളോടും നീ പിണങ്ങി ജീവിച്ചു പോകരുത്. ഒരാളോടും മിണ്ടാതെ ജീവിക്കുന്ന സാഹചര്യം വന്നു പോകരുത്. വഹംലിൽ അദാ, ഓ മോനെ ജനങ്ങളോട് ഇടപഴകിയിട്ട് ജീവിക്കുമ്പോ പലരിൽ നിന്നും പല പ്രതിസന്ധികളും പ്രയാസങ്ങളും തരണം ചെയ്യേണ്ടി വരും. ആ സമയത്ത് ക്ഷമ കൈവിട്ടു പോകണ്ട. ബുദ്ധിമുട്ടുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വലിയ പരീക്ഷണമാണ്. പ്രതിസന്ധികൾ അല്ലാഹു നൽകുന്ന വലിയ ബലാആണ്. ആ ബലാഇ നിനക്ക് സ്വർഗം സമ്പാദിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തണം. ആ സമയത്ത് നീ സബർ കേട് കാണിക്കരുത്. എല്ലാ പ്രയാസങ്ങളും തരണം ചെയ്യാനുള്ള നല്ല നെഞ്ചൂക്കുണ്ടാകണം, നല്ല മനസ്സിന് ഉറപ്പുണ്ടാകണം. മോനെ നീ പലരോടും കൂടെ ജീവിക്കുമ്പോ, നീ പലരുമായി സഹവസിച്ച് ജീവിതം കഴിച്ചു കൂട്ടുമ്പോൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന വാക്കുകൾ പലരും പറഞ്ഞു എന്ന് വന്നേക്കാം. നിങ്ങളെ മനസ്സ് പ്രയാസപ്പെടുത്തുന്ന പല സമീപനങ്ങളും നിന്റെ ചുറ്റുവട്ടങ്ങളിലുള്ള ആളുകളിൽ നിന്ന് സംഭവിച്ചേക്കാം. അതേ നാണയത്തിൽ
അവരെ തിരിച്ചടിക്കാൻ പാടില്ല. ആ സമയത്ത് നിങ്ങളൊന്ന് വിട്ടുവീഴ്ച ചെയ്യണേ, നിങ്ങളൊന്ന് ക്ഷമിച്ചു നിൽക്കണേ. ജനങ്ങളോട് നിങ്ങൾ മയത്തിൽ പെരുമാറണേ. സുൽത്താനുൽ ഔലിയാ ഖുതുബുൽ അഖ്താബ് ഗൗസുൽ അഅ്ലം സയ്യിദി അബ്ദുൽ ഖാദിറിൽ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. 10ഉം 20ഉം വർഷമായില്ലേ നമ്മൾ റാത്തീബിൽ പങ്കെടുക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ എൻ്റെ ജ്യേഷ്ഠ സഹോദരങ്ങളോടാണ് ചോദിക്കുന്നത്, ഞാൻ എൻ്റെ അനുജ സഹോദരന്മാരോടാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഈ സയ്യിദന്മാരെ കൂടാൻ കൂടിയിട്ട് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു പോയില്ലേ? എന്നാൽ ഇവരോടും നമ്മളോടും ഇവരെ ഉപ്പാപ്പയാകുന്ന മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു നൽകിയ വസിയ്യത്ത് അത് സ്വീകരിക്കാൻ, അത് ഹൃദയം കൊണ്ടൊന്ന് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അല്ലാഹുവേ, ഞങ്ങളെ ഖൽബിനി നല്ല തെളിച്ചമുള്ള ഖൽബാക്കണേ അല്ലാഹ്. പാപക്കറകളിൽ നിന്ന് ഞങ്ങളെ ഹൃദയത്തെ നീ ശുദ്ധിയാക്കി തരണേ അല്ലാഹ്. ഞാൻ എങ്ങനെ പറഞ്ഞ് കുറഞ്ഞ സമയത്തിനുള്ളിൽ ജീലാനി തങ്ങളുടെ ഈ വസിയ്യത്തുകൾ നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കുമെന്ന് ചിന്തിക്കുമ്പോൾ വലിയ പ്രയാസം തോന്നുന്നുണ്ട്. ഞാൻ വളരെ ചുരുക്കിയിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനവർകൾ പറയുകയാണ്, വഅലൈക ബിഖിദ്മത്തിൽ ഫുഖറാഇ. മഹാന്മാരോട് നീ നല്ല ഖിദ്മത്ത് ചെയ്ത് കഴിഞ്ഞുകൂടണം. മോനെ, ഔലിയാക്കന്മാർ, സയ്യിദന്മാർ, അവര് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും കൈപിടിക്കാനുള്ള വലിയ അത്താണികളാണ്. അവര് വലിയ അവലംബമാണ്, നമുക്കുള്ള വലിയ ആശ്രയ കേന്ദ്രമാണ്. മഹാന്മാരുമായിട്ട് നീ ഇടപഴകുമ്പോൾ അവർക്ക് ആവശ്യമായ സേവനങ്ങൾ ചെയ്തു കൊടുക്കണം. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, ബി സലാസത്തി അശിയാ, 3 കാര്യം ആ ഖിദ്മത്തിൽ നീ സൂക്ഷിക്കണം. അഹദുഹാ, അതിൽ ഒന്നാമത് നീ ശ്രദ്ധിക്കേണ്ടത് അത്തവാദുഉ, നല്ല താഴ്മതയോടുകൂടിയാണ് നീ മഹാന്മാരെ സമീപത്തേക്ക് ചെല്ലേണ്ടത്. സുബ്ഹാനല്ലാഹ്, നീ വലിയ ഖാദിമായതുകൊണ്ട് നീ ഖിദ്മത്തിൽ കഴിഞ്ഞുകൂടുന്ന മഹാന്റെ, അഹ്ലു ബൈത്തിന്റെ, ആലിമിന്റെ, വലിയിന്റെ സമീപത്ത് നീ കിബ്ർ കാണിച്ചുകൂടാ. അങ്ങനെ ആയാൽ നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പരീക്ഷണം തരും. നിന്നെ അല്ലാഹു പാഠം പഠിപ്പിക്കും. വെളുക്കാൻ തേച്ചത് പാണ്ടായി പോകും മോനെ. അതുകൊണ്ട് നല്ല വിനയമുള്ളവനായിക്കോ. മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഉപദേശിക്കുകയാണ്. രണ്ടാമതായി മഹാന്മാരെ സമീപിക്കുമ്പോൾ, അഹ്ലു ബൈത്തിന്റെ സമീപത്തേക്ക് ചെല്ലുമ്പോൾ വേണ്ടത് ഹുസ്നുൽ ഖുലുഖ്, നല്ല പെരുമാറ്റം ഉണ്ടാകണം. സൽ സ്വഭാവത്തോടു കൂടിയേ നീ പെരുമാറാൻ പാടുള്ളൂ, ഖിദ്മത്തിൽ കഴിഞ്ഞുകൂടാൻ പാടുള്ളൂ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ആരാണ്? 10 കൊല്ലം പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖിദ്മത്തിൽ കഴിഞ്ഞുകൂടിയവരല്ലേ? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ 10 വർഷം തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്തപ്പോൾ ഈ 10 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഞാൻ തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്തു കൊടുത്തതിൽ, മോനെ എന്തിനാണ് നീ അത് ചെയ്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണത് ചെയ്യാതിരുന്നത് എന്ന ഒരു ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് എന്നോടുണ്ടായിട്ടില്ല. ഇതിന്റെ അർത്ഥം എന്താണ്? തങ്ങൾ അങ്ങനെ ചോദിക്കേണ്ടി വരുന്നൊരു സാഹചര്യം അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ പെരുമാറ്റത്തിൽ സംഭവിച്ചിട്ടില്ല. തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതേ അനസ് തങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ളൂ. അല്ലാഹു അവരെ ബറക്കത്ത് കൊണ്ട് നമുക്ക് സൽസ്വഭാവം തരട്ടെ. സുബ്ഹാനല്ലാഹ്. മൂന്നാമതായി പറയുന്നു സഫാഉൻ നഫ്സി,
നിന്റെ ഹൃദയത്തിൽ എന്തെങ്കിലും ഭൗതിക താല്പര്യങ്ങൾ ആഗ്രഹിച്ചു കൊണ്ടാകരുത് ഖിദ്മത്ത് ചെയ്യേണ്ടത്. ഞാനൊരു വീട് വെക്കുന്നുണ്ട്, എന്റെ വീട് നിർമ്മാണത്തിലേക്ക് തങ്ങൾ 1,00,000 രൂപ തരണം, അല്ലെങ്കിൽ ഈ മഹാൻ ജനങ്ങളോട് പിരിവെടുത്തിട്ട് എനിക്ക് 10 ലക്ഷം രൂപ സഹായം തരണം, അല്ലെങ്കിൽ എന്റെ മകളെ കെട്ടിക്കാൻ ഇവര് എന്നെ സഹായിക്കണം. അങ്ങനെ എന്തെങ്കിലും ചിന്തയോടുകൂടിയാകരുത്. നിനക്ക് എന്തെങ്കിലും പ്രത്യുപകാരം കിട്ടാൻ വേണ്ടിയാവരുത് നീ ഖിദ്മത്ത് ചെയ്യേണ്ടത്. നിന്റെ ഖൽബിൽ എപ്പോഴും നല്ല ചിന്തയോടുകൂടിയാകണം നീ ഖിദ്മത്തിൽ കഴിഞ്ഞുകൂടേണ്ടത്. സുൽത്താനുൽ ഔലിയാ ഖുത്ബുൽ അഖ്താബ് ഗൗസുൽ അഅ്ലം സയ്യിദി അബ്ദുൽ ഖാദിറിൽ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അല്ലാഹു തആല നമുക്ക് ആ ഉപദേശങ്ങൾ സ്വീകരിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഞാൻ വേഗം നിർത്തും, നിങ്ങൾ ആരെയും ബോറടിപ്പിക്കുന്ന രൂപത്തിൽ നീട്ടിക്കൊണ്ടുപോകില്ല. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങൾ ഉണ്ടാകണം. അതിനുവേണ്ടിയാകണം ഇതുപോലെയുള്ള മജ്ലിസുകളിൽ നമ്മൾ സംബന്ധിക്കുന്നത്. കാലങ്ങൾ ഇങ്ങനെ കഴിഞ്ഞുപോയി, നമ്മളുടെ കെണുപ്പുകളൊക്കെ വേദന തുടങ്ങിയിട്ടുണ്ട്, താടിയും മുടിയൊക്കെ നരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഖബർ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്, മരണം പിന്നാലെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ ദിവസവും വീട്ടിന്റെ കതകിന്റെ പരിസരത്ത് വന്ന് മലക്കുൽ മൗത്ത് അന്വേഷിക്കുന്നുണ്ട്. സമയമായിട്ടുണ്ടോ? പടച്ച റബ്ബ് തീരുമാനിച്ച സമയം അടുത്തിട്ടുണ്ടോ? സുഹൃത്തുക്കളെ, ഞാൻ എൻ്റെ നഫ്സിനോടാണ് ചോദിക്കുന്നത്. കേൾക്കുന്ന എല്ലാവരും ചിന്തിക്കാൻ വേണ്ടിയാണ് ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ ഖൽബൊന്ന് നന്നാക്കണം. എപ്പോഴും വലിയ ബേജാറാണ്. എന്താ ബേജാറ്? മക്കളെ കാര്യത്തിലാണ് ബേജാറ്. സുബ്ഹാനല്ലാഹ്, റിസ്കിന്റെ കാര്യത്തിലാണ് ബേജാറ്. അങ്ങനെ പല ഭൗതിക വിഷയങ്ങളുടെ പേരിലുമാണ് നമുക്കുള്ള ബേജാറ്. എന്നാൽ മഹാന്മാരെ അങ്ങനെ ടെൻഷൻ അടിച്ചവരല്ല. തങ്ങളുടെ മനാഖിബിൽ കാണാം, നല്ല തവക്കുലോടുകൂടി ബേജാറില്ലാതെ ധൈര്യസമേതം ജീവിച്ചവരാണ് മഹാനവറുകൾ. ചോദിച്ചു മഹാനവറുകളോട്, അലാമാ ബനൈത അംറക ഹാദാ ഫി തവക്കുലി അലല്ലാഹ്, അപാരമായ തവക്കുലാണല്ലോ മഹാനവറുകളെ അവിടുത്തെ ജീവിതത്തിൽ, ഇത് എങ്ങനെ ലഭിച്ചതാണ്? തങ്ങളുടെ മറുപടി, അലാ ഖിസാലിൻ അർബഈൻ, എനിക്ക് ഇത്രമേൽ തവക്കുൽ ഉണ്ടാകാൻ കാരണം 4 കാര്യമാണ്. അലിംതു അന്ന റിസ്ഖി ലാ യകുലു ഗൈരി, ഞാൻ തറപ്പിച്ചുറപ്പിച്ചു മനസ്സിലാക്കി, എനിക്ക് റബ്ബ് കണക്കാക്കിയ റിസ്ക് ഞാനല്ലാതെ വേറെ ആരും ഭക്ഷിക്കൂല. ഞാൻ എൻ്റെ ഉമ്മാന്റെ വയറ്റിന്റെ അകത്ത് 4-ാം മാസം പ്രായമുള്ളപ്പോ എനിക്ക് ആവശ്യമായ റിസ്കുകൾ പടച്ച തമ്പുരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ റിസ്ക് എനിക്ക് പാഴാകൂല എന്ന് ഞാൻ ഉറപ്പിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട്. ഫത്മഅന്നത് ബി നഫ്സി, അതുകൊണ്ട് എൻ്റെ റിസ്ക് പോകുന്ന നഷ്ടമാകുന്ന വിഷയത്തിൽ എനിക്ക് ബേജാറില്ല, എനിക്ക് സമാധാനമാണ്. രണ്ടാമത്തെ കാര്യം, ഞാൻ എനിക്ക് വേണ്ടി ചെയ്യേണ്ട അമല് വേറെ ആരും ചെയ്തു തരൂല. എന്റെ ഖബറിലേക്കുള്ളത് പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ളത് ഞാനല്ലാതെ വേറെ ആരും ചെയ്തു തരൂല. ഫഅന മശ്ഗൂലും ബിഹി, അപ്പോൾ എനിക്ക് വേണ്ട അമലുകൾ ചെയ്യുന്ന തിരക്കിലായിരുന്നു ഞാൻ. സുബ്ഹാനല്ലാഹ്, ഇതെന്തൊരു ഉപദേശമാണ്, ഇതെന്തൊരു ഓർമ്മപ്പെടുത്തലാണ്. മറ്റുള്ളവരുടെ വിഷയങ്ങളിൽ
അതേ ഏർപ്പെടുമ്പോൾ നിസ്കാരം ഖളാ ആക്കുന്ന കൂട്ടുകാരുണ്ടോ? സുബ്ഹാനല്ലാഹ്, കല്യാണത്തിന്റെ പേരിൽ, സൽക്കാരത്തിന്റെ പേരിൽ, നിസാര വിഷയങ്ങളുടെ പേരിൽ ആഖിറത്തിലേക്കുള്ള അമലുകൾ നഷ്ടമാകുന്നവരുണ്ടോ? ഹാത്തമുൽ അസമുദങ്ങൾ പറയുന്നു, ഞാനല്ലാതെ എനിക്കുള്ള അമല് ചെയ്യാൻ വേറെ ആരുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. മൂന്നാമത്തേത്, മരണം എന്നെ കാത്തിരിക്കുന്നു, പെട്ടെന്നൊരു പക്ഷേ മരിച്ചേക്കാം എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ വേഗം മരിക്കാൻ ഞാൻ ഉത്സാഹിച്ചു. എന്റെ മരണം വേഗം നടക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. കാരണം ഒരു ബാധ്യതകളും ബാക്കി വെച്ചിട്ടില്ല. ഒരാളോടും ഇന്ന് വരെ ഗീബത്ത് പറഞ്ഞിട്ടോ, നമീമത്ത് സംസാരിച്ചിട്ടോ, ചീത്ത വിളിച്ചിട്ടോ, അന്യന്റെ അപഹരിച്ചിട്ടോ ഒരു ബാധ്യതയും ഇന്ന് വരെ ബാക്കി വെച്ചിട്ടില്ല. എന്റെ ഖൽബിൽ ഒരാളോടും വെറുപ്പില്ല. എപ്പം മരണം വന്ന് മാടി വിളിച്ചാലും പോകാൻ റെഡിയാണ്. പിന്നെ എന്തിന് പെട്ടെന്ന് വരുന്ന മരണത്തെ കുറിച്ച് ഞാൻ വ്യാകുലതപ്പെടണം, ഭയപ്പെടണം? ഹാത്തമുൽ അസമുദങ്ങൾ പറയാണ്, ഇപ്പം മരിക്കേണ്ടി വന്നാൽ ഇപ്പോൾ റെഡിയാണ്. സുബ്ഹാനല്ലാഹ്, വല്ലാത്ത തവക്കുല, സംശുദ്ധമായ ജീവിതമാണ്. നാലാമത് ഞാൻ മനസ്സിലാക്കിയ കാര്യം, അലിംതു അന്നീ ലാ അഖ്ലു മിൻ ഐനില്ലാഹ് ഹൈസു കുന്തു. ഞാൻ എവിടെയാണെങ്കിലും അല്ലാഹുവിന്റെ ദൃഷ്ടിയിൽ നിന്ന് ഞാൻ ഒഴിവാകുന്നില്ല. എപ്പോഴും അല്ലാഹുവിന്റെ നിരീക്ഷണം എന്നോടുണ്ട്. അല്ലാഹുവിന്റെ പ്രത്യേകമായ നിരീക്ഷണത്തിലാണ് ഞാൻ കഴിഞ്ഞുകൂടുന്നത് എന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് സമയത്തും ഞാൻ റബ്ബിന്റെ മുമ്പിലായതുകൊണ്ട് അല്ലാഹ് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ എനിക്ക് ലജ്ജ തോന്നാറുണ്ട്. സുഹൃത്തുക്കളെ, ഈ 4 കാര്യം ഒന്ന് കേട്ടാൽ, ഉൾക്കൊണ്ടാൽ നമുക്കും ആ റാഹത്തുള്ള ജീവിതം ലഭിക്കുമല്ലോ. അല്ലാഹു നമ്മെ ആത്മീയമായി നന്നാക്കി തരട്ടെ. ആത്മീയമായി ചിന്തിക്കാൻ ഉപകരിക്കുന്ന മജ്ലിസായി ഈ മജ്ലിസ് റബ്ബ് നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. ഒരാളോ നമുക്ക് മുഖം തന്നിട്ടില്ലെങ്കിൽ നമുക്ക് ടെൻഷനാകുന്ന സ്വഭാവം ഉണ്ടാകരുത്. നമ്മൾ ചിന്തിക്കണം, മൂപ്പര് എന്തോ ടെൻഷനിലായിരിക്കും, അതാണ് എനിക്ക് മുഖം തരാതെ പോയത്. എന്നോടെന്തേ അവൻ എന്നെ കണ്ടപ്പോൾ സലാം ചെല്ലാതെ പോയത്? സുബ്ഹാനല്ലാഹ്, അത് എന്തോ ഒരു തിരക്കിൽപ്പെട്ടത് കൊണ്ടായിരിക്കും. അങ്ങനെ മറ്റുള്ളവരെ വിഷയത്തിൽ നന്മ കൊണ്ട് വ്യാഖ്യാനിക്കുകയും നമ്മളിൽ നിന്ന് മറ്റുള്ളവർക്ക് തെറ്റിദ്ധാരണകൾ വരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ പ്രത്യേകം മാറി നിൽക്കുകയും ചെയ്യണമെന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, എൻ്റെ സഹോദരിമാരോടും നഫ്സിനോടും ഓർമ്മപ്പെടുത്തുകയാണ്.